കോട്ടയം. കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരൽ. രഹസ്യവിവരത്തെ തുടർന്ന് മരടിലെ ഹോട്ടലുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇവരിൽ നിന്ന് തോക്കുകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, ഇന്ന് രാത്രിയോടുകൂടിയാണ് കൊച്ചി മരടിലെ ഹോട്ടലുകളിൽ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്തു ബന്ധമുള്ള ചില ആളുകൾ ഒത്തുകൂടിയെന്ന വിവരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. ഉടൻ തന്നെ മരട് പോലീസ് സ്റ്റേഷനിൽ നടക്കം ഉദ്യോഗസ്ഥർ കൂട്ടമായി ഹോട്ടലുകളിൽ റെയ്ഡിനെത്തി. ഈ റെയ്ഡിൽ 6 പേരെയാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരിൽ നിന്നും തോക്ക്, മുളകുപൊടി സ്പ്രേ, കുരുമുളക് സ്പ്രേ, വടിവാൾ തുടങ്ങിയ ആയുധങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിലരുടെ ഒത്താശയോട് കൂടിയാണ് ഇവർ ഹോട്ടലിൽ എത്തിയത് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവരും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള 6 പേരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഇവരെത്തിയ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ നിന്നാണ് തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഈ കസ്റ്റഡിയിലെടുത്ത 6 പേരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 6 പേരും ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. ഭദ്ര. ശരി, നിതിൻ പ്രഭാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. കൊച്ചിയിൽ നിന്നാണ് ഗുണ്ടാ സംഘങ്ങളെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. രഹസ്യ വിവരത്തെ തുടർന്ന് മരടിലെ ഹോട്ടലുകളിൽ പോലീസ് റെയ്ഡ് നടത്തി 6 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് തോക്കുൾപ്പെടെ പിടികൂടിയിട്ടുണ്ട്. തൃശൂർ വെള്ളറക്കാട് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരത്തങ്കോട് സ്വദേശി ആനന്ദൻ, സഹോദരന്റെ മകൻ പ്രവീൺ എന്നിവരാണ് മരിച്ചത്.